ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചാത്തൻ സേവയെക്കുറിച്ചാണ്. നമ്മുടെ നാട്ടിൽ പലരും ദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിലും ചാത്താനെയും അല്ലെങ്കിൽ ചാത്തനെയും ആരാധിക്കുന്ന ഒരു നാട് കൂടിയാണ് നമ്മുടെ കേരളം. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോൾ വളരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് ആരൊക്കെയാണ് ഇതിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ചാത്തൻ സേവ നടത്തുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ കൂടുതലായിട്ട് ചാത്തൻ സേവ ഉപയോഗിക്കുന്നത് കച്ചവടങ്ങൾക്ക് വേണ്ടിയാണ്. അതായത് ഒരു കടയിൽ ഇപ്പോൾ ഒരുപാട് കടകൾ, ഒരു മാർക്കറ്റിലാണെങ്കിൽ ഒരുപാട് കടകൾ ഒരേപോലെ ഐറ്റം വിൽക്കുന്ന കടകളാണെങ്കിൽ അതിൽ കൂടുതൽ കച്ചവടം വരാൻ വേണ്ടിയിട്ട് ഇവർ ചാത്തൻ സേവ ഉപയോഗിക്കുന്നു. അതായത് അവരുടെ ആ ഒരു ആകർഷണ ബലം കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ ഫോട്ടോയിൽ ഫ്രെയിം ചെയ്ത് വെച്ച അവരുടെ അടയാളങ്ങളെ കൂടുതലായിട്ട് ആരാധിക്കുകയും ഇതിൻ്റെ പ്രതിഫലം എന്ന നിലയ്ക്ക് ഇവരുടെ കച്ചവടത്തിൽ നിന്നും കിട്ടുന്ന ലാഭത്തിലെ ഒരു പങ്ക് അവിടെ ഏൽപ്പിക്കുകയാണ് ചാത്തൻ സേവ നടത്തുന്ന ആ സ്ഥലത്ത്, അല്ലെങ്കിൽ ആ ഒരു അമ്പലം എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ആരാധിക്കുന്ന ആ ഒരു സ്ഥലത്ത് കൊണ്ട് ഏൽപ്പിക്കുക, ഒരു കാണിക്കയായിട്ട് ഇടുകയാണ് ഇവർ ചെയ്യുന്നത്. ഇത് ഇവർ പറയുന്ന എല്ലാ മാസവും കൃത്യമായി ആ ദിവസം ഇട്ടിട്ട് പോവുക തന്നെ ചെയ്യണം. അതിന് എന്തെങ്കിലും ഒരു മുടക്കം വന്നു കഴിഞ്ഞാൽ ഇവരുടെ കുടുംബത്തെ, അതായത് ചാത്താനെ ആശ്രയിക്കുന്ന കുടുംബത്തെ വരെ ഇത് നശിപ്പിക്കാനുള്ള ശക്തി ഈ ചാത്തന്മാർക്കുണ്ട്. ചാത്തൻ സേവ നടത്തുന്നവരെ നമുക്ക് എങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാം, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു കാഴ്ചയിൽ തന്നെ എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില വണ്ടികളിൽ നിങ്ങൾ അല്ലെങ്കിൽ ചില കടയുടെ മുൻവശത്ത് നിങ്ങൾ വിഷ്ണുമായ എന്നുള്ള പേരുകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ്. വിഷ്ണുമായ എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ വീട്ടിലെ ആരുടെയെങ്കിലും പേരോ, എന്നാൽ പിന്നെ ഏതെങ്കിലും ദൈവത്തിൻ്റെ പേരോ ഉദ്ദേശിച്ചിട്ടല്ല. ഇവരിങ്ങനെ പൊതുവായിട്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഒരു ചാത്തൻ സേവ നടത്തുന്നവരുടെ ഒരു പേരാണ് ഈ വിഷ്ണുമായ എന്നുള്ളത്. അവരെ ആരാധിക്കുകയും അവരെ അഡ്വർടൈസ് ചെയ്യുകയുമാണ് ഈ പേര് വെക്കുന്നതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. നമുക്ക് പല സ്ഥലങ്ങളിലും കാണാം ഒരേപോലത്തെ പേര്. ഇപ്പോൾ എന്തെങ്കിലും ചെറുകിട ബിസിനസ് നടക്കുന്ന സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ വണ്ടികളിലായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ചരക്കുകൾ കൊണ്ടുപോകുന്ന ഇപ്പോൾ എയ്സ് പോലുള്ള വണ്ടികളിലായിരിക്കാം വിഷ്ണുമായ എന്നുള്ള പേര്, ഒരേ പേര് എല്ലാ വണ്ടികളിലും ഇട്ട് പോകുന്നുണ്ടാവും. നിങ്ങൾക്ക് കൂടുതലും പരിചിതം ഉണ്ടാവും. പിന്നെ ഇങ്ങനെയുള്ള ബിസിനസ് കാര്യങ്ങൾക്ക് മാത്രമല്ലാതെ കൂടുതലും മറ്റുള്ളവരെ ഉപദ്രവിക്കുക, അതായത് ഒരാൾ അസൂയ തോന്നിയിട്ട് അവരുടെ നാശം സംഭവിക്കുന്നത് കാണാൻ ആഗ്രഹമുള്ളവരും ഇതുപോലെ ചാത്തൻ സേവ നടത്തുന്നതായിട്ട് അറിയപ്പെടുന്നുണ്ട്. കൂടുതലായിട്ടും അവരുടെ കുടുംബങ്ങൾ നശിച്ചു പോകാനും അവർക്ക് അതുമൂലം അവർ ഒരിക്കലും വളർച്ചയിൽ വരാതിരിക്കാനുമായിട്ട് അയൽവക്കക്കാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ സ്വയം തന്നെ ഇതുപോലെ ചാത്തൻ സേവ ചെയ്യുന്നതായിട്ട് ഇപ്പോൾ പറയപ്പെടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാം ഒരു പൊതുവായിട്ടുള്ളൊരു പ്രത്യേകത എന്നാൽ ഈ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു പരസ്യമായ ഒരു രഹസ്യമാണ്. എല്ലാവർക്കും അറിയാം ഇങ്ങനെയെല്ലാം ഉണ്ട് എന്ന്, പക്ഷേ ആരും പുറത്ത് പറഞ്ഞു നടക്കില്ല. ചിലപ്പോൾ അവർ എങ്ങനെ ഇപ്പം ഒരു അയൽ വീട്ടുകാരാണെങ്കിൽ മറ്റേ ആ തൊട്ടടുത്തുള്ള വീട്ടുകാർ എന്നെ ഇങ്ങനെ ഒരു ചാത്തൻ സേവയിൽ പ്രകാരം എന്നെ നശിപ്പിക്കാൻ ചെയ്തിട്ടുണ്ട് എന്നറിയാം, എന്നാൽ ആരും തുറന്ന് സംസാരിക്കില്ല. എങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വേഗം തന്നെ ഇതിന് മറുപടിയായിട്ട് മറ്റൊരു തിരിച്ചടി കിട്ടാൻ വേണ്ടിയിട്ട് ഇവരും ഇതേപോലെ ചാത്തൻ സേവ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടും ദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളും കൂടുതലും നടത്തുന്നത് ചാത്തൻ സേവ തന്നെയാണ് എന്ന് വേണം പറയാൻ. ഇത് മാത്രമല്ല, ഈ ചാത്തൻ സേവ നടക്കുന്നത് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കൂടുതലും ഇപ്പോൾ തൃശ്ശൂർ, ഞാൻ പേരെടുത്ത് പറയുന്നതിൽ കുഴപ്പമുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല, എന്നാലും പറയുകയാണ്. തൃശ്ശൂർ ഞാൻ അന്വേഷിച്ചതിൽ കൂടുതലായിട്ട് നമ്മുടെ നെറ്റിലടക്കമുണ്ട്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ആവണങ്ങാട് കളരി എന്ന ഒരു അമ്പലം, ഒരു ടെമ്പിളല്ല, അതൊരു ഇതിനായിട്ട് സേവ ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ചെറിയൊരു പ്രാർത്ഥന ചെയ്യുന്ന ഒരു സ്ഥലം. ആ സ്ഥലത്ത് അവിടെ ആവണങ്ങാട് ചാത്തൻ നിങ്ങൾ ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. അവിടെ കൂടുതലായിട്ടും മെയിനായിട്ട് ചെയ്യുന്നത് ഇതുപോലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്ത് കാര്യവും നടക്കാനായിട്ട് അവർ ചോദിക്കുന്ന പ്രതിഫലം, അതിലൂടെയാണ് അവർ ഉപജീവനം കഴിക്കുന്നതെന്ന് തോന്നുന്നു അതിൻ്റെ ട്രസ്റ്റ് ആളുകൾ. അപ്പോൾ ഇതുപോലെ ആഗ്രഹ സാഫല്യത്തിനായിട്ട് വരുന്ന ആൾക്കാരെ അവർ പറയുന്ന ഒരു നിശ്ചിത തുക അനുസരിച്ച് അല്ലെങ്കിൽ നിശ്ചിത കരാർ അനുസരിച്ചിട്ട് അതിൽ ഏർപ്പെടുത്തിയിട്ട് അവർ അവരുടെ ആഗ്രഹം ഈ ചാത്തനിലൂടെ സാധിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ 2020 ഇതൊന്നും അവിശ്വാസമാണ്, ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല, എനിക്കെൻ്റെ സമയമല്ല, പ്രേതമില്ല, ഭൂതമില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഒരുപാട് കമ്പ്യൂട്ടർ യുഗമായി എന്നൊക്കെ പറയുന്നെങ്കിൽ കൂടി ഇതിൻ്റെ സാഹചര്യം, ഇതിൻ്റെ അനുഭവമുള്ളവർ ശരിക്കും പറയുമ്പോൾ നമുക്കത് ശരിക്കും വിശ്വസിച്ചേ പറ്റൂ എന്നൊരവസ്ഥയാണ്. അതായത് ഇപ്പോൾ എല്ലാവരുടെയും കണ്ടുവരുന്നത് ഇതുപോലുള്ള വിശ്വാസങ്ങളാണ്. ആരും ഇതിനെ ചിലപ്പോൾ നമ്മൾ വെളിയിൽ ഒരാളോട് ഇങ്ങനെ ഒരു വിശ്വാസങ്ങൾ എതിർക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് നമ്മൾക്ക് ഇതിനോട് യോജിച്ച് പോകാവുന്ന, കാരണം യോജിച്ച് പോകുക മീൻസ് ഇതിനെ നമ്മൾ വിശ്വസിച്ച് പോകുന്ന ഒരവസ്ഥയാണ്. കാരണം എല്ലാവരുടെയും അനുഭവങ്ങളും ആണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ സിനിമകളിലെല്ലാം കണ്ടിട്ടുണ്ടാവും, കൂടോത്രം ചെയ്യുക, മുട്ടയിൽ കുഴിച്ചിടുക, അല്ലെങ്കിൽ കോഴിത്തലയിൽ ഇതുപോലെ തകിട് കെട്ടി കുഴിച്ചിടുക എന്നുള്ളതൊക്കെ. പക്ഷേ ഇതൊരിക്കലും നമ്മളുടെ നാട്ടിൽ ഒരു പ്രേതം യക്ഷി എന്ന കൺസെപ്റ്റ് പോലെ കൂടെയല്ല.
ഇത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഓരോ വില്ലേജുകളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ്. ഇതിനെ ഒരുപാട് ആളുകൾ സമ്പന്നരാവാൻ വേണ്ടിയിട്ട്, ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴും ദൈനംദിന ജീവിതത്തിൽ പ്രാർത്ഥിക്കുകയും ഉപയോഗിക്കുകയും അവരുടെ അവരുടെ ഒരു ഫെസിലിറ്റി ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അത് പലർക്കും ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന പലർക്കും ഇത് അറിയാമായിരിക്കും. എന്നാലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ദോഷഫലങ്ങളും ഒരുപാട് കുടുംബങ്ങൾ തകരാറാവുകയും ഒരുപാട് കുടുംബങ്ങൾ നശിക്കുകയും ഇതിലൂടെ ചെയ്യുന്നുണ്ട് വേണം പറയാൻ. ദൈവമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട് എന്നാണ് അഭിപ്രായം. എന്നാൽ പിശാചുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും അതില്ല, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല എന്ന് വാദിക്കുന്നവരാണ്. പക്ഷേ ദൈവമുണ്ടെങ്കിലും പിശാചുണ്ടോ ഇല്ലയോ എന്നറിയുന്നില്ലെങ്കിലും തീർച്ചയായിട്ടും ഇതുപോലുള്ള ചാത്തൻ സേവകൾ ഇന്നും നല്ല രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരുപാട് പൈസ ചിലവാക്കുന്നുണ്ട് ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ട്. പക്ഷേ ഇതിലേപോലുള്ള അനുഭവമുള്ള ആളുകൾ പറയുമ്പോൾ നമുക്കത് വിശ്വസിച്ചേ പറ്റൂ എന്ന് വരുന്നൊരവസ്ഥയാണ്. കാരണം ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ നമുക്ക് അറിയാൻ സാധിക്കും, എന്ത് പ്രശ്നമാണെങ്കിലും നമുക്കുണ്ടാകുന്ന മാനസികമായിട്ടുള്ള എന്ത് പ്രശ്നമാണെങ്കിലും തീർത്തുതരാൻ അവനെ കൊണ്ട് കഴിയുന്നുണ്ട്. അത് വളരെ പെട്ടെന്ന് തന്നെ. ദൈവം എന്നൊരു കൺസെപ്റ്റ് ഒരിക്കലും പെട്ടെന്ന് റിസൾട്ട് കൊടുക്കുന്ന ഒന്നല്ല. നമ്മുടെ ആയുർവേദം പോലെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു മെഡിസിൻ ആയിരിക്കില്ല ആയുർവേദത്തിൽ നമ്മൾ എന്ത് കഴിച്ചാലും കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സാത്താൻ്റെ കാര്യത്തിൽ. അതായത് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുകയും എന്നാൽ അതിലെന്തെങ്കിലും ഒരു ചെറിയ മാറ്റങ്ങളോ അവർ പറയുന്നതിൽ ഒരു ചെറിയൊരു എന്തെങ്കിലും അവർ പിന്നീട് കൊടുക്കാതിരിക്കുകയോ ആ ജീവിതകാലം മുഴുവൻ അവരോട് കടപ്പെട്ടിരിക്കും. അതായത് ഇത് ഉപയോഗിക്കുന്ന ആളുകൾ ഈ സാത്താന് സപ്ലൈ ചെയ്യുന്നവരോട് കടപ്പെട്ടിരിക്കുന്നവരാണ് ഈ ജന്മം മുഴുവൻ. അവരായിട്ടുള്ളൊരു കോൺട്രാക്റ്റ് അവർ മരിക്കുന്നത് വരെ ഇത് അവസാനിക്കുന്നില്ല. അപ്പോൾ അതിലെന്തെങ്കിലും വീഴ്ച വരുത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ തലമുറയായിട്ടുള്ള കുടുംബങ്ങൾ വരെ, ഇത് ഉപയോഗിക്കുന്ന കുടുംബങ്ങൾ വരെ നശിച്ചു പോകാവുന്ന ശക്തി ഇതിനുണ്ട് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ പലർക്കും കേൾക്കുമ്പോൾ ഇത് വിശ്വാസം ഉണ്ടാവില്ല, പക്ഷേ റിയാലിറ്റി അതാണ്. നിങ്ങൾ കൂടുതലായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒരു 6-7 മാസമായിട്ട് ഇതിൻ്റെ പുറകെ നടക്കുന്നു. അപ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം നിങ്ങൾക്കിതുപോലുള്ള അനുഭവങ്ങളും അറിവുകളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. കാരണം ഇതുപോലുള്ള അറിവുകളാണ് മറ്റുള്ളവരെ ഇതിൽ ചെയ്യുന്നതിൽ നിന്നും പ്രേരിപ്പിക്കാതിരിക്കുകയും അതിൻ്റെ ദോഷഫലങ്ങൾ, നല്ല ഫലങ്ങൾ മാത്രമല്ലാതെ ദോഷഫലങ്ങൾ കൂടി തിരിച്ചറിയുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് മുതിരുന്ന ആളുകൾ ചിലപ്പോൾ നമ്മളുടെ ഈ വീഡിയോ കണ്ടുകൊണ്ട് ചിലപ്പോൾ ഈ കമൻറ്റ് വായിച്ചതുകൊണ്ടോ ചിലപ്പോൾ പിൻവാങ്ങാം. അപ്പോൾ മറ്റൊരു ഇൻഫർമേഷനുമായിട്ട് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.